ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ സച്ചി വരുന്നുണ്ട്. സച്ചി വന്നതിന് ശേഷം അശ്വിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തുന്ന ഭാഗമാണ് അവസാനത്തെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചത്. അങ്ങനെ സച്ചിയും അശ്വിനും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെയൊക്കെ അടിച്ച് നിരപ്പാക്കിയതിന് ശേഷം സച്ചിയെടുത്ത് പറയുന്നുണ്ട് അശ്വിൻ വളരെ നന്ദിയുണ്ടെന്ന് വേണ്ടി കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് സച്ചി പറയേണ്ട എന്നോടല്ല അശ്വിൻ സാറിൻ്റെ ഭാര്യയോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറയാണ്. ശ്രുതിയുടെ അടുത്തോ? അതെ, ശ്രുതികുമാരി ലക്ഷ്മി മാഡം ആണ് എന്നെ ഇവിടേക്കുള്ള വഴി പറഞ്ഞത്. മാഡം കുറച്ച് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുന്ന് എവിടേക്കോ പോയെന്ന് പറയാണ്. എന്തായാലും നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവർ ഇത് ഫുള്ളും എന്നെ കത്തിച്ച് കളഞ്ഞാണ്. ഒരിക്കലുമില്ല, നിങ്ങളെ കത്തിച്ച് കളയില്ല. കാരണം ഇവിടെ പെട്രോളിന് പകരം അവർ ഒഴിച്ചു ചേക്കണ വെള്ളമാണ്. വെള്ളമോ? അതെ, അതും ശ്രുതി മാഡത്തിൻ്റെ ബുദ്ധിയാണെന്ന് സച്ചി പറയാണ്. അശ്വിനെ ഭയങ്കര സന്തോഷമാവാട്ടോ. അശ്വിൻ പറയുന്നുണ്ട്, സച്ചി ദേ ഇനി മുതൽ നീ എൻ്റെ ബ്രദറാണ്. ദേ എന്നെ സാറെന്ന് വിളിക്കേണ്ട, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് സച്ചി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുക കേട്ടോ. ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ശ്രുതിനെ കൈയോടെ തന്നെ ശ്യാം കണ്ടുപിടിക്കുന്നുണ്ട്. ശ്യാമിനെ ഉന്തിത്തള്ളി മാറ്റി ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും ശ്യാമും പുറകിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ പുറകിലേക്ക് പോയിട്ട്, നീ എന്താ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? നിനക്ക് ഭയങ്കര ബുദ്ധി തന്നെയാണ് കേട്ടോ. എൻ്റെ ശ്രുതി, നിനക്ക് ഇത്ര ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഇത്ര ബുദ്ധിമതിയാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ, അതിന് 100 ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിച്ചാന്. ഇത്രയും ബുദ്ധിമതിയായിട്ടുള്ള പെണ്ണ് എൻ്റെ ഭാര്യയായിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ഒരു ഭാഗ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഞാൻ അശ്വിൻ സാറിനെ വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ല പ്രണയിക്കാൻ തുടങ്ങിയത്. എനിക്ക് അശ്വിൻ സാറിനെ കണ്ട മാത്രയിൽ തന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. അപ്പം മുതൽ എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയത്. ശ്രുതി, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നീ അശ്വിനെ കണ്ടപ്പോൾ തന്നെ പ്രണയിക്കാൻ തുടങ്ങിയെന്നോ? അതെ, ഞാൻ ഈ സത്യം അശ്വിൻ സാറിനോട് പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കണ്ടപ്പോൾ മുതൽ എനിക്ക് അദ്ദേഹത്തോട് പ്രണയമായിരുന്നു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ശ്യാമിനൊന്നുകൂടി ദേഷ്യം കൂടുവാട്ടോ. ശ്രുതിയുടെ മുടിക്കൊക്കെ ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട്. ശ്രുതി അവിടെ നിന്ന് തള്ളി മാറ്റി ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ അവിടേക്ക് ശ്രുതിയെ അന്വേഷിച്ച് വരുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് വരുമ്പോഴേക്കും ശ്യാം അത് ഒച്ച കേൾക്കുന്നുണ്ട്. ശ്യാം അപ്പം തന്നെ ശ്രുതിനെ പിടിച്ച് മുടിയിൽ ഇങ്ങനെ പിടിച്ച് വേഗം തന്നെ ശ്യാമിൻ്റെ വണ്ടിയിലേക്ക് കയറ്റുവാണ്. ശേഷം വണ്ടി സ്പീഡിൽ അങ്ങോട്ട് പാഞ്ഞു വിടാട്ടോ. തൊട്ട് പുറകെ തന്നെ അശ്വിനും വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഓടി ശ്യാമിൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ശ്യാം ആണെങ്കിൽ ദൂരെ ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും എന്തായാലും അശ്വിൻ പിടിക്കും, താൻ പിടിക്കപ്പെടാൻ പോവാണ് എന്ന് മനസ്സിലാക്കിയ ശ്യാം ശ്രുതിനെ വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം റോട്ടിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യണത്. എന്നിട്ട് ശ്യാം അവിടെ നിന്ന് രക്ഷപ്പെടുക കേട്ടോ. അശ്വിൻ ശ്രുതിനെ രക്ഷിക്കുന്നൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ആ സമയത്ത് ഗുണ്ടകൾ അവിടെ എത്തുകയും അശ്വിനും ഗുണ്ടകളും തമ്മിൽ വീണ്ടും ഒരു സ്റ്റണ്ട് ഉണ്ടാവുകയും ചെയ്യുകയാണ്. അതിലൊരു ഗുണ്ട ശ്രുതിനെ പിടിച്ച് കൊക്കയിലേക്ക് ഇങ്ങനെ തള്ളിയിടുന്നുണ്ട്. ശ്രുതി കൊക്കയിലേക്ക് ഇങ്ങനെ വീഴുവാട്ടോ. തലയിടിച്ചാണ് ഇങ്ങനെ വീഴുന്നത്. പക്ഷെ അത്ര ഉയരമില്ലാത്തൊരു കൊക്കയിലേക്കാണ് ഇങ്ങനെ വീഴുന്നത്. അങ്ങനെ അശ്വിനാണെങ്കിൽ ആ ഗുണ്ടകളെയൊക്കെ അടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ശ്രുതിയുടെ അടുത്തേക്ക് പോകുകയാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. ശ്രുതി എഴുന്നേക്ക്, ദേ നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ. ശ്രുതി ആണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല. ശ്രുതി മരിച്ചു എന്ന് തന്നെ അശ്വിൻ വിശ്വസിക്കുക കേട്ടോ. കാരണം ശ്രുതി മരിച്ചു പോയപ്പോൾ തന്നെ ഇങ്ങനെ ശ്വാസമൊന്നും കിട്ടുന്നില്ല ശ്രുതിക്ക്. അങ്ങനെ ശ്രുതിനെ കെട്ടിപ്പിടിച്ച് ശ്രുതിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അശ്വിൻ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണെന്ന് അറിയില്ല, ശ്രുതിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുമ വരുവാണ്. അശ്വിനെ ഇങ്ങനെ ശ്വാസമൊക്കെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി നോക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചുമക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിന് ഭയങ്കര സന്തോഷമാവാണ്. അശ്വിൻ ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശേഷമാണ് ശ്രുതിനെ പൊക്കിയെടുത്തുകൊണ്ട് പോണ ഭാഗം നമ്മൾ കണ്ടില്ലേ, അത് മിക്കവാറും ഈ ഒരു ഭാഗം ആവാനാണ് ചാൻസ് കേട്ടോ. എന്തായാലും ശ്യാം വീട്ടിൽ പോയിട്ട് വലിയ അത്യുഗ്ര കള്ളക്കഥ തന്നെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതായത് താൻ അശ്വിനെ തട്ടിക്കൊണ്ടുപോയില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ അശ്വിനും അതുപോലെ തന്നെ എനിക്കും ശ്രുതിയും പ്രീതിയും കൂടി എല്ലാ സത്യവും അഞ്ജലിയെടുത്ത് തുറന്നു പറയാണ്. പക്ഷെ അഞ്ജലി അപ്പോഴൊന്നും ശ്യാമിനെ അവിശ്വസിക്കില്ല കേട്ടോ. അപ്പോഴും അഞ്ജലി പറയണത് ശ്രുതിനെയാണ്. ശ്രുതി, നീ കള്ളം പറയാണ്. എൻ്റെ ഭർത്താവിനെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല, 5-6 വർഷമായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ ഭർത്താവിനെ ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവ് അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്. നീയാണ് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ മുഖത്തിട്ടാണ് അഞ്ജലി അടിക്കുന്നത്. പക്ഷെ അപ്പം ശ്രുതിക്ക് ആകെ ഷോക്കായി പോവാട്ടോ. അതുമാത്രമല്ല, ശ്യാം പറയുന്നുണ്ട്, എൻ്റെ രാജകുമാരി നോക്ക്, ഈ കുടുംബം തകർക്കാൻ വന്ന 2 പെണ്ണുങ്ങളാണ് ശ്രുതികുമാരി ലക്ഷ്മിയും ഈ പ്രീതി. ഈ 2 പെണ്ണുങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു പുറത്താക്കണം. അതുമാത്രമല്ല, എന്നെക്കുറിച്ച് എന്തൊക്കെ അപവാദമാണ് ഈ പെണ്ണുങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇവരിവിടെ ഇപ്പം തന്നെ പുറത്താക്കണം. അളിയ നോക്കിക്കേ, അളിയനെ തട്ടിക്കൊണ്ടുപോയുടെ കൂട്ടത്തിൽ അളിയനെ എപ്പോഴെങ്കിലും എൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അളിയനെ ഞാനല്ല അളിയെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്യാം അങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ
കഥകളൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അത് അപ്പോഴൊന്നും അശ്വിൻ ഒന്നും മിണ്ടുന്നില്ല. അശ്വിൻ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകാൻ പോകുമ്പോൾ ശ്യാം വീണ്ടും പറയണേ, എന്താ അളിയ ഒന്നും പറയാത്തത്, അളിയൻ്റെ ഭാര്യയായിട്ടുള്ള ഈ എഗ്രിമെൻറ്റുകാരിയെ ഇവിടുന്ന് പുറത്താക്കണം, കൂടെ ഇവളുടെ ചേച്ചീനെയും പുറത്താക്കണം എന്ന് പറയണം. അത് കേൾക്കുമ്പോഴേക്കും അശ്വിനെ ദേഷ്യം വരണം. അശ്വിൻ അപ്പോഴാണ് ശ്യാമിനെ അടിച്ച് പുറത്താക്കുന്നത് കേട്ടോ. അങ്ങനെ പുറത്താക്കി വാതിൽ കുറ്റിയിടാണ്. എന്നിട്ട് ശ്യാം പറയുന്നുണ്ട് അശ്വിൻ അഞ്ജലിയുടെ അടുത്ത്, ചേച്ചിയുടെ ജീവിതത്തിന് ഇതാണ് നല്ലത്, ചേച്ചിയുടെ കുഞ്ഞിനെയും ചേച്ചിക്കും ഇനി ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അഞ്ജലി അശ്വിനോട് കുറച്ച് അടുപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അഞ്ജലിയുടെ അടുത്ത് അശ്വിൻ പറഞ്ഞിട്ട്, ചേച്ചി എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അഞ്ജലി പറഞ്ഞത്, എനിക്ക് കുറച്ച് തലവേദന എടുക്കുന്നുണ്ട്, നീ ഒന്ന് മാറി നിൽക്കുക, എനിക്ക് കുറച്ച് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറയുകയാണ്. ശേഷം അഞ്ജലി മാക്സിമം നമ്മുടെ അശ്വിനെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അശ്വിന് അത് താങ്ങാൻ പറ്റുന്നില്ല. അശ്വിൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ചേച്ചി തന്നെ സ്നേഹിക്കുന്നതും തനിക്ക് ചോറ് വാരി തന്നതും താൻ പിണങ്ങുമ്പോൾ കൂടെ പുറകെ നടന്ന് പിണക്കം മാറ്റുന്നതൊക്കെ ആലോചിച്ച് അശ്വിൻ ആകെ വിഷമിച്ച് റൂമിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്രുതി വരുന്നുണ്ട്. ശ്രുതിനെ കാണുമ്പോൾ അശ്വിൻ, സോറി ശ്രുതി, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശ്രുതിനായിട്ട് നെഞ്ചത്ത് കിടത്തിയിട്ട് അശ്വിൻ കിടത്തി ഉറക്കണൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിനെ പൊക്കിയെടുത്തിട്ട് ശ്രുതിനെ കട്ടിലേക്ക് കിടത്തി ഉറക്കാണ്. ശേഷം അഞ്ജലിനെ കാണാൻ വേണ്ടി വീണ്ടും അഞ്ജലിയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ അഞ്ജലിനെ കാണുന്നില്ല. അശ്വിൻ ആകെ ടെൻഷനാവുക കേട്ടോ. ഈശ്വര, അഞ്ജലി ഇത് എവിടെ പോയിന്ന് ആകെ ടെൻഷനായിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോഴേക്കും അഞ്ജലി നമ്മുടെ മുത്തശ്ശിയുടെ റൂമിൽ കിടന്ന് ഉറങ്ങുക കേട്ടോ. മുത്തശ്ശി മടിയിൽ തല വെച്ച് അഞ്ജലി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, സാരില്ല കുഞ്ഞ, അവൾ ചെറിയൊരു ഷോക്കിലാണ്, മരുന്നൊക്കെ കൊടുത്തു, ഇപ്പോഴാണ് അവളൊന്ന് കിടന്ന് ഉറങ്ങിയത് എന്നൊക്കെ പറയണം. ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അശ്വിനോട്, കുഞ്ഞ എന്തൊക്കെയാണ് കുഞ്ഞ ഇന്ന് സംഭവിച്ചത്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞ എന്ന് പറയുമ്പോൾ മുത്തശ്ശി വിശ്വസിച്ചേ പറ്റൂ, ഈ സത്യങ്ങൾ ഞാൻ ഇന്നലെ അറിഞ്ഞ സത്യങ്ങളല്ല മുത്തശ്ശി, ആകാശിൻ്റെ പ്രീതിയുടെ വിവാഹത്തിൻ്റെ തലേന്ന് ഞാൻ അറിഞ്ഞ സത്യമാണ് ഇതൊക്കെ എന്ന് പറയണം. ആ സത്യങ്ങളൊക്കെ ചേച്ചിയെടുത്ത് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം അന്ന് ആ സത്യം അറിഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയെടുത്ത് സത്യങ്ങളൊക്കെ പറയണം. അത് മാത്രമല്ല അഞ്ജലി അശ്വിനോടും ശ്രുതിയോടത്തും ഇനി 2-3 ദിവസമൊന്നും സംസാരിക്കില്ല കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് അഞ്ജലി ഇങ്ങനെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നൊക്കെ അറിയുമ്പോഴേക്കും അശ്വിന് ആകെ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ശ്രുതിയെടുത്ത് ആ ഒരു ദേഷ്യത്തിൽ ശ്രുതിയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അശ്വിൻ നീ കാരണമാണ്, നീ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ശ്യാം ചിലപ്പോൾ ചേച്ചിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു വരെ പോയാനേ, നീ കാരണമാണെന്ന് ഇങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോണതാണ്. കാരണം അഞ്ജലി കുഞ്ഞിനെ അവരെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു ദേഷ്യത്തിലാണ് അശ്വിൻ അങ്ങനെ പറഞ്ഞു പോണത്. പക്ഷെ അത് ശ്രുതിക്ക് വല്ലാത്ത ഒരു വിഷമമാവട്ടോ. ശ്രുതിക്ക് വല്ലാതെ വേദനിക്കും അത്. അപ്പോൾ ശ്രുതി ബാഗും ശ്രുതിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വീടിൻ്റെ പടി ഇറങ്ങുകയാണ്. അപ്പോൾ അശ്വിൻ കാലൊക്കെ പിടിക്കാൻ, വേണ്ട ശ്രുതി പോവല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതിനെ കാണാൻ വേണ്ടി വീട്ടിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ശ്രുതി ഒരു മൈൻഡ് ചെയ്യില്ല. അങ്ങനെ അടുത്ത ദിവസം ശ്രുതിയുടെ പിറന്നാളാണ് കേട്ടോ. പിറന്നാളിന് അശ്വിൻ വലിയൊരു സർപ്രൈസൊക്കെ ഒരുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രുതി ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇവിടെ പിണക്കം വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് പ്രണയ മഴ തന്നെയാണ്. ഇനി അവരിങ്ങനെ പിണക്കവും കാര്യങ്ങളും ഒന്നുമില്ല, അവർ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ ശ്യാം ഇനിയും ഇവരുടെ ജീവിതത്തിലേക്ക് വരും കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും. അത് ശ്യാം ഇനിയും ഇവരുടെ വീട്ടിലേക്ക് എങ്ങനെ കടന്നുകൂടും, ശ്യാം വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഇനി അടുത്ത റിവ്യൂ ആയിട്ട് പറയാൻ പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ഭാഗം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 8 മിനിറ്റ് കൂടുതലായതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ നിർത്താണ്. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.